മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ 25 മുതൽ. ഇതിനായി 1070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. 2011-2016 കാലഘട്ടത്തിലെ UDF സർക്കാരിന്റെ കാലത്ത് 600 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ. 1-2 പിണറായി സർക്കാരുകൾ ഘട്ടം ഘട്ടമായി പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചു. ഇതിന് 3000 ആക്കി വർദ്ധിപ്പിക്കുമെന്ന് UDF പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ആലപിച്ച് തെറ്റ്. CPM വന്ദേമാതര ഗാനത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് അവതരിപ്പിക്കുന്നത് ഭാരതം പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിന് ഒട്ടും യോജിച്ചതല്ലെന്ന നിലപാട് ചരിത്രപരമായി സ്വീകരിച്ചത് കോൺഗ്രസ് പ്രവർത്തക സമിതി തന്നെയാണ്. എന്നാൽ സ്വന്തം പാർട്ടിയുടെ ചരിത്രപരമായ നിലപാടുകളെപ്പോലും അട്ടിമറിച്ചുകൊണ്ടാണ് VD സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിവാദ ഭാഗങ്ങൾ ഉൾപ്പെടെ പൂർണ്ണരൂപത്തിൽ ഗാനം ആലപിച്ചതെന്ന് CPM കുറ്റപ്പെടുത്തി. ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിൽ നിർണായക നിയമ നടപടികൾ. വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം തടവ് ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി G. സന്ദീപ് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ജസ്റ്റിസുമാർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയത്. കേസിലെ വിചാരണ കോടതിയായ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിലെ മുഴുവൻ രേഖകളും അടിയന്തരമായി വിളിച്ചുവരുത്താൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസ് വരുന്ന ജൂലൈ 7-ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. അങ്കണവാടിയിലെത്തി ജീവനക്കാരിയെ കയറിപ്പിടിച്ച CPM നേതാവ്. കോഴിക്കോട് പെരുവയൽ ഗ്രാമപഞ്ചായത്ത് അംഗം MM പ്രസാദിനെയാണ് പുറത്താക്കിയത്. ഇന്ന് ചേർന്ന പാർട്ടി യോഗത്തിലാണ് നടപടി. കഴിഞ്ഞ 7-ാം തീയതിയാണ് സംഭവം നടന്നത്. അങ്കണവാടിയിലെത്തിയ പ്രസാദ് ലൈംഗിക ഉദ്ദേശത്തോടെ തന്റെ കയ്യിൽ കയറിപ്പിടിച്ചെന്നാണ് ജീവനക്കാരി കുന്ദമംഗലം പോലീസിൽ പരാതി നൽകിയത്. പെരുവയൽ പഞ്ചായത്തിലെ 3-ാം വാർഡിലെ അംഗമാണ് പ്രസാദ്. പരാതി നൽകിയതിന് പിന്നാലെ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ ഒരുങ്ങുകയാണ്. 10 വർഷത്തിനു ശേഷം സെക്രട്ടേറിയറ്റിന്റെ സമര കവാടം തുറന്നു. കേരള ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ 10 വർഷമായി ഏർപ്പെടുത്തിയിരുന്ന കർശന നിയന്ത്രണങ്ങൾക്ക് അയവ് വരുത്തിക്കൊണ്ട് നോർത്ത് ബ്ലോക്കിലുള്ള സമര കവാടം എന്നറിയപ്പെടുന്ന പ്രധാന കവാടം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഗേറ്റിന് മുന്നിൽ സ്ഥിരമായി സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ പൂർണ്ണമായി ഒരു വശത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അധികാരമേറ്റയുടൻ സെക്രട്ടേറിയറ്റിലെ അനാവശ്യ നിയന്ത്രണങ്ങൾ എടുത്തുകളയുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ സമരഗേറ്റ് തുറക്കാൻ നടപടിയായത്. നവകേരള സദസ്സ് മർദ്ദനക്കേസിൽ പുനരന്വേഷണം. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് വിവാദമായ നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ വെച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവത്തിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ട് പുതിയ UDF സർക്കാർ. പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥനായ SP ഷൌക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് പുനരന്വേഷിക്കുക. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം. പുസ്തകങ്ങളുടെ അച്ചടി ഇനിയും പൂർത്തിയായില്ല. പുസ്തകങ്ങൾ മുഴുവൻ അച്ചടിച്ച് ജില്ലാ ഡിപ്പോകളിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് മുൻ സർക്കാർ സ്ഥാനമൊഴിയുന്നതിന് മുമ്പ് അറിയിച്ചിരുന്നത്. ഈ സമയത്ത് 20% ബുക്കുകൾ മാത്രമാണ് അച്ചടി പൂർത്തീകരിച്ചിരുന്നതെന്നാണ് KBPS സ്റ്റാഫ് ആൻഡ് വർക്കേഴ്സ് പ്രസിഡന്റ് ഇബ്രാഹിം പറയുന്നത്. നിലവിൽ 80% പുസ്തകങ്ങളാണ് അച്ചടി പൂർത്തീകരിച്ചിട്ടുള്ളത്. പുസ്തകങ്ങളുടെ ബൈൻഡിംഗ് പൂർത്തീകരിക്കാൻ 45 ദിവസം വേണം. സ്കൂൾ തുറക്കുന്ന ദിവസം എല്ലാ ക്ലാസുകളിലും പുസ്തകങ്ങൾ എത്തിക്കാൻ കഴിയില്ലെന്ന് ഇബ്രാഹിം പറഞ്ഞു. ശബരിമലയിൽ PS പ്രശാന്തിന്റെ കാലത്തെ സ്വർണം പൂശലിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ. ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്തിരിക്കുന്നത്. അതേസമയം സ്വർണം നഷ്ടം വന്നിട്ടില്ലെന്നും SIT റിപ്പോർട്ടുകളിൽ പറയുന്നു. നടപടിക്രമങ്ങളിലാണ് വീഴ്ച സംഭവിച്ചതെന്നും അതിനാലാണ് വിജിലൻസ് അന്വേഷിക്കേണ്ടതെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നത്. ജംഷഡ്പൂരിലെ ലാബിൽ നടക്കുന്ന പരിശോധനയിലെ ഫലം വന്ന ശേഷം ഇക്കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനമെടുക്കും. സ്വർണ്ണ നഷ്ടം വന്നില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമായിരിക്കും വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ നൽകുക. നാല് ദിവസത്തിനിടെ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 90 പൈസ വീതമാണ് വർദ്ധിപ്പിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിലുണ്ടാകുന്ന രണ്ടാമത്തെ വില വർധനയാണിത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് എണ്ണവില കുത്തനെ ഉയർന്നതിനെ തുടർന്നാണ് വീണ്ടും എണ്ണവില വർദ്ധിപ്പിച്ചതെന്നാണ് എണ്ണ വിതരണ കമ്പനികൾ പറയുന്നത്. കൊച്ചിയിൽ പെട്രോൾ വില 109.73 രൂപയായി. 98.63 രൂപയാണ് പുതുക്കിയ ഡീസൽ വില. ദേശീയ തലസ്ഥാനത്ത് പെട്രോൾ വില ലിറ്ററിന് 97.77 രൂപയിൽ നിന്ന് 98.64 രൂപയായി ഉയർന്നു. ഡീസലിന് മുമ്പുണ്ടായിരുന്ന 90.67 രൂപയിൽ നിന്ന് ഇപ്പോൾ 91.58 രൂപയായാണ് വർദ്ധിച്ചത്. ദേശാഭിമാനി ലേഖനവുമായി MP ഗോവിന്ദൻ.
നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ പോരായ്മകൾ പരിശോധിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. പാർട്ടി കരുത്തോടെ തിരിച്ചുവരുമെന്നും അക്കാര്യത്തിൽ തർക്കമില്ലെന്നും ദേശാഭിമാനിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 17 സീറ്റാണ് CPM കിട്ടിയതെന്നും 2001 LDF 40 സീറ്റുകളിൽ ഒതുങ്ങിയെന്നും ഗോവിന്ദൻ എഴുതി.